കോയമ്പത്തൂരിൽ മൃഗവേട്ടയ്ക്കിടെ മാനാണെന്ന് കരുതി യുവാവിനെ വെടിവെച്ച് കൊന്നു. സുരണ്ടൈമലൈ സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഞ്ജിത്തിന്റെ ബന്ധുക്കളായ കാരമട വെള്ളിയങ്കാട് സ്വദേശി കെ മുരുകേശൻ, അൻസൂർ സ്വദേശി എൻ പാപ്പയ്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. MG മിഥുൻ തന്നെ ചേരുന്നു. മിഥുൻ, എന്താണ് ഈ സംഭവം? ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. രാത്രി കാരമട ഫോറസ്റ്റ് റേഞ്ചിൽ പില്ലൂർ അണക്കെട്ടിന് സമീപമാണ് ഈ വനത്തിലേക്ക് ഇവർ 3 പേരുമായി ഈ മാൻവേട്ടയ്ക്കായി പോവുകയും ചെയ്ത. ആ സമയം ഈ 3 പേരും മദ്യലഹരിയിലായിരുന്നു ഈ സംഘം വേട്ടയ്ക്കായി എത്തിയത്. ഈ സമയത്ത് നാടൻ തോക്കുകളും ഈ 3 പേരുടെ കൈവശമുണ്ടായിരുന്നു. ഇവർ 3 മേഖലകളിലായി നിന്നുകൊണ്ട് മാനെ വേട്ടയാടുന്നതിനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഈ സമയത്താണ് മാനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പാപ്പയ്യൻ സഞ്ജിത്തിന് നേരെ വെടിതീർക്കുകയായിരുന്നു എന്നാണ് മറ്റൊരാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് പോലീസ് ഈ സമയം ഈ യുവാവ് മരണപ്പെട്ടത് അറിഞ്ഞുകൊണ്ട് മറ്റ് 2 പേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിലൂടെയാണ് സഞ്ജിത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ഒപ്പം തന്നെ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ലഭ്യമാവുകയും ചെയ്യുന്നത്. ഇവർ 3 പേരും ബന്ധുക്കളാണ്. 2 പേർ ബന്ധുക്കളാണ്. മറ്റൊരാൾ വീടിന് സമീപത്തുള്ള ആൾ കൂടിയാണ്. പിന്നീട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ ഒളിവിൽ പോയ 2 പേരെയും, അതായത് വെള്ളിയങ്കാട് കുണ്ടൂർ സ്വദേശി കെ മുരുകേശൻ, അൻസൂർ സ്വദേശി എൻ പാപ്പയ്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇവരിൽ നിന്ന് നാടൻ തോക്കുകളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ സമയത്ത് നിരവധി നാളുകളായി ഇത്തരത്തിൽ മാൻവേട്ടയ്ക്കായി, ഇത്തരത്തിൽ മൃഗവേട്ടയ്ക്കായി അവിടെയൊക്കെ പോകുന്ന പ്രദേശമാണ്. ആ സമയത്ത് മദ്യം ലഹരിയിലായിരുന്നു ഇവർ. അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെടിവെച്ചതാണ് എന്നാണ് ഇവർ പോലീസ് നൽകിയ മൊഴി. എന്തായാലും നിലവിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സൈദ്.